ബ്രോക്കറേജ് കോളാണ്. നിലവിൽ അവൻഡസ് സ്പാർക്ക് എന്ന് പറയുന്ന ബ്രോക്കറേജിൽ നിന്ന് കജാറിയയ്ക്ക് ഒരു ബ്രോക്കറേജ് കോൾ ലഭിച്ചിട്ടുണ്ട്. ഏതായാലും ഒരു ബൈ റേറ്റിംഗ് ആണ് ലഭിച്ചതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല നേരത്തെ നൽകിയിരുന്ന ഒരു പ്രൈസ് അല്ലെങ്കിൽ ടാർഗറ്റ് വിലയിൽ നിന്ന് ഇപ്പോൾ ഒരു ഹൈക്ക് കൂടി വരുത്തിയിട്ടുണ്ട്. നേരത്തെ 1250 എന്നൊരു പ്രൈസിലായിരുന്നു ഈ ഒരു ഓഹരിക്ക്, അതായത് കജാരിയയ്ക്ക് ഒരു ടാർഗറ്റ് വെച്ചിരുന്നത്. ഇതിപ്പോൾ 1400 എന്നൊരു പ്രൈസിലോട്ട് ഉയർത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കമ്പനിയുടെ ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട കാര്യം, ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഒരു ടേൺ അറൗണ്ടിനുള്ള ഒരു സാധ്യത ഈ ഒരു ഓഹരിയിൽ ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണ് നൽകിയിരിക്കുന്നത്. ഏതായാലും പുതിയ രീതിയിലുള്ള സ്ട്രാറ്റജി ഒക്കെ മാനേജ്മെൻറ്റ് ഇപ്പോൾ ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് എന്നൊരു വിലയിരുത്തൽ കൂടി ഈ ഒരു അവൻഡസ് സ്പാർക്ക് എന്ന് പറയുന്ന ബ്രോക്കറേജ് നൽകുന്നുണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുമ്പോൾ ബ്രാൻഡ് യൂണിഫിക്കേഷൻ, കൂടാതെ സെയിൽസ് ചാനൽ കൺസോൾട്ടേഷൻ, അതുകൂടാതെ കോസ്റ്റ് ഡിസിപ്ലിൻ, ഈ ഒരു 3 കാരണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു 3 സ്ട്രാറ്റജി ആയിരിക്കും മാനേജ്മെൻറ്റ് വലിയ രീതിയിൽ മുൻതൂക്കം നൽകുക എന്നൊരു വിലയിരുത്തലാണ് നൽകിയിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു മാർക്കറ്റ് ഷെയർ വീണ്ടും ഉറപ്പാക്കുക എന്ന രീതിയിലുള്ള പല സ്ട്രാറ്റജീസും കമ്പനീസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാനേജ്മെൻറ്റ് ചെയ്യും എന്നുള്ളൊരു വിലയിരുത്തൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്ലാനുകൾ മാനേജ്മെൻറ്റിൻ്റെ കയ്യിലുണ്ട് എന്നുള്ള വിലയിരുത്തൽ കൂടി നൽകിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ടാർഗറ്റ് വില ഹൈക്ക് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൽ ഓഹരിയിലെ ട്രേഡിംഗ് എങ്ങനെയായിരുന്നു നോക്കുന്നത്, ഒരു പാസ്റ്റ് ട്രേഡിംഗ് വിലയിരുത്താം. അതിന് കജാരിയ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് സെപ്റ്റംബർ 2024 ഓഹരിയിലൊരു ഓൾ ടൈം ഹൈ നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷം പിന്നീട് നോക്കുമ്പോൾ ഓഹരിയിലൊരു ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു ഡൗൺ സൈഡ് മൂവ്മെൻറ്റിൻ്റെ ഒരു പെർസെൻറ്റേജ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഓൾമോസ്റ്റ് ഒരു 50% ഇടിവ് രേഖപ്പെടുത്തിയതിന് ശേഷമാണ് ഓഹരിയിൽ പിന്നീട് അങ്ങോട്ടൊരു റിക്കവറി കാണാൻ സാധിച്ചത്. അതായത് റിക്കവറി സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു മെയ്യിലായിരുന്നു. മെയ് 2025 ശേഷം പിന്നീട് നമ്മൾ നോക്കുമ്പോൾ ഇപ്പോൾ തുടർച്ചയായ എല്ലാ മാസവും നേട്ടം രേഖപ്പെടുത്തി ഓഹരിക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ഓഹരിയെ സംബന്ധിച്ച് ഇപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ മാസവും കഴിഞ്ഞ മാസവും നമ്മൾ നോക്കുമ്പോൾ ഒരു നേട്ടം തന്നെയായിരുന്നു ഓഹരി രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.